ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസം കർത്താവ് നമുക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയാം. ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളോടെയാണ് ദൈവം ഈ ദിവസം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ഇന്ന് നാം ജീവിക്കാനായി ആവശ്യമായ കൃപയും കർത്താവ് ദാനമായി നൽകുന്നുണ്ട്. ഈ പുതിയ ദിവസത്തിൽ കർത്താവ് ഒത്തിരി പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പദ്ധതി പ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനേകം നന്മകളെ കർത്താവ് വർഷിക്കാൻ പോകുന്നു. ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ച, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട ദുഃഖവും ദുരിതങ്ങളും ആവലാതികളും പ്രശ്നങ്ങളും തകർച്ചകളും പരാജയങ്ങളും രോഗങ്ങളും നിന്ദനങ്ങളും ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുള്ള തിരസ്കരണങ്ങളും അവമാനങ്ങളും എല്ലാം ഇന്നു മുതൽ കർത്താവ് നിങ്ങളുടെ മഹത്വത്തിനു വേണ്ടി, നിങ്ങളുടെ ഉപരി നന്മയ്ക്കു വേണ്ടി മാറ്റാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, എൻ്റെ കർത്താവ് ഇന്നുവരെ എൻ്റെ ജീവിതത്തിലുണ്ടായ സകല പ്രശ്നങ്ങളെയും എനിക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ പോകുന്നു. എൻ്റെ ഉപരി നന്മയ്ക്കായി, എൻ്റെ സന്തോഷത്തിനു വേണ്ടി, എൻ്റെ നന്മയ്ക്കു വേണ്ടി, എൻ്റെ മഹത്വത്തിനു വേണ്ടി ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ദിവസമാണ്. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദിവസമാണ്. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുക. അവിടുന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ, കുടുംബത്തിൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുക. മറ്റാരോടും ഇല്ലാത്തതുപോലെ കർത്താവുമായി ഒരു ആത്മാർത്ഥ ബന്ധം സ്ഥാപിക്കാം. ബാക്കി ബന്ധങ്ങളെല്ലാം മാറിപ്പോകും. ദൈവവുമായുള്ള ബന്ധം മാത്രമേ ഈ ലോകത്തിലും പരലോകത്തിലും അവസാനം വരെ നിലനിൽക്കുകയുള്ളൂ. മറ്റു ബന്ധങ്ങളെല്ലാം നമ്മുടെ ഉയർച്ചയ്ക്ക് അനുസൃതമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നമ്മുടെ തകർച്ചയിൽ ആരും നമ്മെ ബന്ധക്കാരാക്കി കാണുകയില്ല. ആരും നമ്മുടെ കൂടെ നിൽക്കാൻ കാണുകയില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെയും ജീവിതാവസ്ഥയാണ്. അതിനാൽ നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നുവെങ്കിൽ അത് ദൈവത്തോടുകൂടി ആയിരിക്കട്ടെ. ആ ബന്ധം ഒരിക്കലും തകരില്ല. ഏതവസ്ഥയിലും ദൈവവുമായുള്ള ബന്ധം നിലനിൽക്കും. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ദിവസമാണ്. വിശ്വസിക്കുക. നിങ്ങളത് ഏറ്റുപറയുക. എൻ്റെ കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി പൊരുതും, എനിക്ക് വിജയം നൽകും. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച സകല ദുരനുഭവങ്ങളും എൻ്റെ മഹത്വത്തിനു വേണ്ടി കർത്താവ് മാറ്റാൻ പോകുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞാനത് ഏറ്റുപറയുന്നു. നിങ്ങൾ ഇന്നത്തെ ദിവസം ഇത് തന്നെ ഏറ്റുപറയുക. വിശ്വാസത്തോടെ ഏറ്റുപറയുക. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് തന്നെ നിങ്ങൾ കണ്ടിരിക്കും. ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ
ആദ്യജാതനാകുന്നതിനു വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ നീതീകരിക്കുന്ന ദൈവമേ, ഞങ്ങൾ എത്ര പാപികളായിരുന്നിട്ടും, ഞങ്ങൾ എത്ര അനുസരണക്കേട് കാണിച്ചവരായിട്ടും, ഞങ്ങൾ എത്രയധികം നിന്നിൽ നിന്നും ഓടി അകന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവരായിട്ടും, കർത്താവേ, നിന്റെ അനന്തമായ സ്നേഹം എന്നെ തേടി വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ പാപിയായിരിക്കെ കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ മരിച്ചവരെ പോലെ ആയിരുന്നപ്പോഴും നീ എനിക്ക് പുതുജീവൻ നൽകി. കർത്താവേ, നിന്റെ അനന്തമായ സ്നേഹത്തിന് മുൻപിൽ ഞാൻ നമിക്കുന്നു. നിന്നെ ഞാൻ ആരാധിക്കുന്നു. നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നിന്നെപ്പോലൊരു ദൈവം എനിക്കുള്ളത് ഏറ്റവും ഭാഗ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ കർത്താവേ, ഈ ലോകത്തിൽ അങ്ങുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്നു മുതൽ എന്നെ സഹായിക്കണമേ. എന്തെന്നാൽ മറ്റെല്ലാം മാറ്റപ്പെടും. ദൈവവുമായുള്ള ബന്ധം മാത്രമേ എന്നേക്കും നിലനിൽക്കുകയുള്ളൂ. അതിനാൽ മറ്റു ബന്ധങ്ങളെയെല്ലാം പോഷിപ്പിക്കുന്ന ദൈവവുമായുള്ള എൻ്റെ ബന്ധം കർത്താവേ സുസ്ഥാപിതമാക്കണമേ. എന്നേക്കും ഈ ലോകത്തിലും പരലോകത്തിലും അങ്ങയുമായുള്ള എൻ്റെ ബന്ധം ഉറപ്പിക്കണമേ. കർത്താവേ, അങ്ങെന്നെ നീതീകരിക്കുന്നവനാണല്ലോ. എനിക്ക് വേണ്ടി ഇന്ന് പൊരുതുന്ന ദൈവമേ, എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന, എന്നെ പരാജയപ്പെടുത്തി വിജയം ആഘോഷിക്കുന്ന, എനിക്കെതിരെ പരിഹാസങ്ങളും അട്ടഹാസങ്ങളും നടത്തുന്ന ശത്രുവിനെതിരെ നിലനിൽക്കാൻ കർത്താവെ, നീ എന്നോട് കൂടെ പൊരുതണമേ. നീ എനിക്ക് വേണ്ടി പൊരുതണമേ. എന്തെന്നാൽ ഞാൻ ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചു. ഞാൻ ഒത്തിരി തിരസ്കരണങ്ങൾ ഏറ്റു. ഞാൻ ഒത്തിരി പരാജയങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ കടന്നുപോയി. കോടതി കേസുകൾ, ഒറ്റപ്പെടൽ, കൂടെ നിൽക്കുന്നവർ ശത്രുക്കളാണ് എന്നറിയാതെ ജീവിച്ച അനേകം വർഷങ്ങൾ കർത്താവേ, ഇവിടെയെല്ലാം നീ എൻ്റെ മിത്രമായി വന്ന് എന്നെ സഹായിച്ചു. ഇനി മുതൽ എൻ്റെ ജീവിതം ഞാൻ നിനക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി പൊരുതി അവിടുത്തെ പദ്ധതി പ്രകാരം എന്നെ ഉയർത്തും, എന്നെ മഹത്വപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, എല്ലാറ്റിലും ഉപരി നിന്നെ സ്നേഹിച്ചാൽ എനിക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് ഇവയെല്ലാം. എല്ലാറ്റിലും ഉപരി എൻ്റെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ വലിയ നന്മകളാണ് എന്നെ തേടി വരാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ ഇന്നു മുതൽ എല്ലാറ്റിലും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കും. കർത്താവേ, ഇന്നു വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സകല അനുഭവങ്ങളും, തിക്ത അനുഭവങ്ങൾ, ഇവയ്ക്കെല്ലാം പ്രതിവിധിയായി ഇന്നു മുതൽ എൻ്റെ കർത്താവിന് ഞാൻ 1-ാം സ്ഥാനം നൽകി. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതി. ഞാൻ ആയിരിക്കേണ്ടടുത്ത് അവിടുന്ന് എന്നെ ആക്കി തീർക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ ജീവിക്കും. കർത്താവേ, ഞാൻ ഒരിക്കലും മരിക്കുകയില്ല. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞാൻ ഒരിക്കലും ഇനി പരാജയപ്പെടുത്തില്ല. എന്തെന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒരിക്കലും തകർന്നു പോവുകയില്ല. ഏതൊക്കെ പ്രശ്നങ്ങൾ എന്നെ വേട്ടയാടിയാലും, എത്രയൊക്കെ അപമാനങ്ങൾ ഞാൻ ഏറ്റാലും, സമൂഹത്തിൽ എത്രയൊക്കെ ഞാൻ ഒറ്റപ്പെട്ടാലും ഞാൻ തകരുകയില്ല. എൻ്റെ വിശ്വാസം ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് ഇനി എൻ്റെ ജീവിതം. ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് എൻ്റെ ഏറ്റുപറച്ചിലാണ് ഞാൻ ഇനി
സമൃദ്ധിയുടെ നാളുകളിലേക്ക് എന്നെ നയിക്കുന്നത്. അതിനാൽ ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ കർത്താവാണ് എൻ്റെ ദൈവം. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ ദൈവം. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായിരിക്കെ ഇനി ഞാൻ ആരാലും തകർക്കപ്പെടാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. എന്തെന്നാൽ ഇനി ഞാൻ ജീവിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ നിമിഷവും ഞാൻ ദൈവത്തെ ഏറ്റുപറഞ്ഞ് ജീവിക്കും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചിരിക്കുന്നു. ഞാനത് സ്വീകരിക്കുന്നു. എനിക്കാവശ്യമായ സന്തോഷവും നന്മയും അഭിവൃദ്ധിയും സുരക്ഷിതത്വവും സമാധാനവും ആരോഗ്യവും ആയുസ്സും സകല നന്മകളും എൻ്റെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ എനിക്ക് വേണ്ടി നേടി. അത് ഞാൻ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കും. ഞാൻ അത് പ്രാവർത്തികമാക്കും. എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തകർച്ചയെ കൊട്ടി ആഘോഷിച്ചവരുടെ മുൻപിൽ എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ മുന്നേറും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഈ ലോകം അറിയാൻ പോകുന്നു. എൻ്റെ വിശ്വാസം മാത്രം മതി എനിക്ക്. എൻ്റെ കർത്താവിലുള്ള എൻ്റെ വിശ്വാസം മാത്രം മതി. അതാണ് എൻ്റെ ദൈവത്തിൻ്റെ സമ്പത്ത് മുഴുവൻ, എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ, എൻ്റെ സമൃദ്ധി മുഴുവൻ എന്നിലേക്ക് കൊണ്ടുവരുന്നത് വിശ്വാസം എന്ന എൻ്റെ സമ്പത്താണ്. ആ സമ്പത്ത് ദൈവത്തിലുള്ള, ദൈവവചനത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ ഇനി ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. അതിനാൽ പൈശാചിക ശക്തികൾ എനിക്കെതിരെ പോരാടുമ്പോൾ അവർ തകർന്നു പോകും. കർത്താവ് അത്രമാത്രം ശക്തനാണ്. ശക്തനായ ദൈവമാണ് എന്നോടൊപ്പമുള്ളത്. അതിനാൽ ഇനി ഞാൻ തകരില്ല, ഇനി ഞാൻ പരാജയപ്പെടില്ല. ഇനി എൻ്റെ നേട്ടങ്ങളെല്ലാം എൻ്റെ കർത്താവിൻ്റെ മഹത്വമാണ്. എൻ്റെ പരാജയങ്ങളെല്ലാം എൻ്റെ ദൈവം എനിക്ക് വിജയമാക്കി മാറ്റും. എൻ്റെ പരാജയങ്ങളോ എൻ്റെ ദുരിതങ്ങളോ ഒന്നും എൻ്റെ പരാജയങ്ങളല്ല, എൻ്റെ ദുരിതങ്ങളല്ല. അതെൻ്റെ ശത്രുക്കളുടെ പരാജയമായി, എൻ്റെ ശത്രുക്കളുടെ ദുരിതമായി മാറും. യേശു നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. നിന്റെ വിശ്വാസം പോലെ മകളെ നിനക്ക് ഭവിക്കട്ടെ എന്ന് കർത്താവ് രക്തസ്രാവക്കാരിയായ 12 വർഷം എല്ലാ വൈദ്യന്മാരെയും ഡോക്ടേഴ്സിനെയും കണ്ട് ഒത്തിരി മരുന്ന് കഴിച്ച് ഒത്തിരി പണം ചെലവാക്കി, ഇനി കയ്യിലൊന്നുമില്ല, ആരോഗ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, കൂടെ നിൽക്കുന്നവർ ഒറ്റപ്പെടുത്തി, ആരും സഹായിക്കാനില്ല. ആ മകളുടെ വിശ്വാസമാണ് അവൾക്കെല്ലാം വീണ്ടും നൽകപ്പെട്ടത്. ഈ വിശ്വാസമാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും ആവശ്യം. എല്ലാം തകർക്കപ്പെട്ടാലും നിങ്ങളുടെ വിശ്വാസം തകർക്കപ്പെടരുത്. ഈ വിശ്വാസം നിങ്ങളെ എത്തേണ്ടിയെടുത്ത് ഉയരങ്ങളിലേക്ക് കർത്താവ് എത്തിക്കും. ഉന്നത സ്ഥാനങ്ങളിൽ നിങ്ങളെ ഇരുത്തും. അതിനാൽ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം, ദൈവം പറഞ്ഞാൽ അത് സാധിച്ചിരിക്കും, അത് പ്രവർത്തിക്കും എന്ന ആഴമേറിയ വിശ്വാസമാണ് ഇനി മുതൽ എൻ്റെയും നിങ്ങളുടെയും സമ്പത്ത്. ആ സമ്പത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുക, വിശ്വാസം വർദ്ധിപ്പിക്കുക. കർത്താവ് സകലതും നിങ്ങളുടെ നന്മയ്ക്കാക്കി മാറ്റിത്തീർക്കും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ, ഞങ്ങൾക്ക് ആവശ്യമായ വിശ്വാസം നൽകി നിന്നോട് കൂടെ എപ്പോഴും ആയിരിക്കാനുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സകല നന്മകളെയും ഇന്ന് നിന്നിലുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് സർവശക്തനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമായ ദൈവമാണ്. അങ്ങ് മഹോന്നതനാണ്. അങ്ങ് പറഞ്ഞാൽ അത് ചെയ്യുന്ന ദൈവമാണ്. അങ്ങ് കാരുണ്യവാനുമാണ്. പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമാണ്. ബലഹീനതകൾ പൊറുക്കുന്ന ദൈവമാണ്. കർത്താവേ, നിന്നെപ്പോലൊരു ദൈവം എനിക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്. എത്രയോ ഭാഗ്യപ്പെട്ടവരാണ് ഞങ്ങൾ. അതിനാൽ അങ്ങയുടെ മുൻപിൽ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കും. എൻ്റെ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം ഞാൻ ഓരോ നിമിഷവും ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിച്ച് ഞാൻ ജീവിക്കും.
ഇനി കർത്താവ് എനിക്ക് വേണ്ടി പൊരുതുന്ന ദിവസങ്ങളായിരിക്കും. ഇന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവെ നീ എനിക്ക് നൽകുന്നതിനെ ഓർത്ത്, നീ എനിക്ക് വേണ്ടി പോരാടി എനിക്ക് വിജയം നൽകുന്നതിനെ ഓർത്ത്, എൻ്റെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു തരുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ സമയം കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ആഴമേറിയ ദൈവവിശ്വാസം സ്ഥാപിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കാണപ്പെട്ടതെല്ലാം മാറിപ്പോകുമ്പോഴും കാണപ്പെടാത്ത ഞങ്ങളുടെ ഹൃദയത്തിലെ ആഴമേറിയ വിശ്വാസം ഒന്നു മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യമായ സകല നന്മകളെയും സമാധാനവും സന്തോഷവും നൽകുന്നത്. അതിനാൽ ഇന്നു മുതൽ ഞങ്ങൾ ദൈവമേ നിന്നിലുള്ള വിശ്വാസത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഞാൻ ആഴപ്പെട്ട് ജീവിക്കും. ആ വിശ്വാസത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല, ഒരു പൈശാചിക കേന്ദ്രങ്ങൾക്കും സാധിക്കുകയില്ല, ഒരു പൈശാചിക ദുഷ്ടശക്തികൾക്കും സാധിക്കുകയില്ല. അത്രമാത്രം ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് ഇനി മുതലുള്ള എൻ്റെ സമ്പത്തും എൻ്റെ വിജയവും എൻ്റെ അധ്വാനവും എല്ലാം, എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ കഴിവും എല്ലാം ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം എന്നെ രക്ഷിക്കും. എൻ്റെ കർത്താവിലുള്ള എൻ്റെ വിശ്വാസം ദൈനംദിനം വർദ്ധിക്കാൻ എൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് എനിക്ക് ആവശ്യമായത് ചെയ്തു തരും എന്ന ഉറപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് സകലതും നേടാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് നിങ്ങളോട് തന്നെ അത് ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുക. നിങ്ങൾക്ക് വിശ്വാസത്താൽ നേടാൻ കഴിയാത്തതൊന്നുമില്ല എന്ന് കർത്താവ് തന്നെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനാൽ എല്ലാം തകർന്നവർക്ക് ഉള്ള പരിചയമാണ് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം. ഈ വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തപ്പെട്ടിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾ എത്തപ്പെട്ടിരിക്കും. വിശ്വസിക്കുക, പ്രവർത്തിക്കുക. തീർച്ചയായും ആർക്കും നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല. വിശ്വാസവും പ്രവർത്തനങ്ങളും ഒരുപോലെ നിങ്ങൾ കൊണ്ടുപോവുക. അതിനാൽ ദൈവം നിങ്ങളെ ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കും. ഈ പ്രാർത്ഥന സാധിക്കുമെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം.
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നും എന്നും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.